Dear students, welcome to our social science class. Today we are going to learn our fourth chapter, India towards a new era. ഇന്ത്യ പുതിയ യുഗത്തിലേക്ക്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്തിൻ്റെ ചിത്രമാണെന്ന് പറയാമോ? സതിയെക്കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് നോക്കിയിരിക്കുക. ഇറ്റ് വാസ് AD 1612 to 16. A day in Surat. A Benia man was dead. The body is being carried away for cremation to the burial ground. Hundreds of people accompany the funeral procession. Wife of the deceased is accompanied by relatives and maids. She has put on new clothes and ornaments as if she is about to enter the bridal chamber. The dead body is placed on the funeral pyre. She circles the pyre 3 times and sits on it, placing her husband's head on her lap. She is going to accompany her husband to the other world. That was the belief. Firewood is placed around her. Ghee, oil, and perfumes are showered over her, and the pyre is lit. She was not more than 10 years old and had not even lived with her husband. Still, she as a wife was burnt alive in the pyre. മനസ്സിലായോ എന്താണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് വാസ് AD 1612 to 16. AD 1612 മുതൽ 16 വരെയുള്ള കാലഘട്ടം. എ ഡേ ഇൻ സൂററ്റ്, സൂറത്തിലെ ഒരു ദിവസം. എ ബെനിയ മാൻ വാസ് ഡെഡ്, ബെനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. ദി ബോഡി ഈസ് ബീങ് ക്യാരിഡ് അവേ ഫോർ ക്രിമേഷൻ ടു ദി ബ്യൂരിയൽ ഗ്രൗണ്ട്. ശവശരീരം ദഹിപ്പിക്കാനായി അകലെയുള്ള ഒരു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ബ്യൂരിയൽ ഗ്രൗണ്ട്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അക്കമ്പനി ബൈ ദി ഫ്യൂണറൽ പ്രൊസഷൻ. ഈ ശവമഞ്ചത്തെ അനുഗമിച്ചുകൊണ്ട് 100 കണക്കിന് ആൾക്കാരുണ്ട്. വൈഫ് ഓഫ് ദി ഡിസീസ്ഡ് ഈസ് അക്കമ്പനിഡ് ബൈ റിലേറ്റീവ്സ് ആൻഡ് മെയ്ഡ്സ്. പരേതിൻ്റെ അതേപോലെ ഷീ ഹാസ് പുട്ട് ഓൺ ന്യൂ ക്ലോത്ത്സ് ആൻഡ് ഓർണമെൻറ്റ്സ് ആൻഡ് ഇഫ് ഷീ ഈസ് എബൌട്ട് ടു എൻ്റർ ദി ബ്രൈഡൽ ചേംബർ. എന്നാൽ ഈ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ ന്യൂ ക്ലോത്ത്സ്, പുത്തൻ വസ്ത്രങ്ങളും ഓർണമെൻറ്റ്സ്, ആഭരണങ്ങളുമൊക്കെ ധരിച്ച് ആ സംഘത്തോട് ഒപ്പമുണ്ട്. അവരെവിടേക്ക് കയറിയിരുന്നു? എൻ്റർ ദി ബ്രൈഡൽ ചേംബർ, കല്യാണ മണ്ഡപത്തിൽ അല്ലെങ്കിൽ വിവാഹ മണ്ഡപത്തിലേക്ക് എന്ന പോലെ അവർ അണിഞ്ഞൊരുങ്ങി അവർ ബ്രൈഡൽ ചേംബറിലേക്ക് പ്രവേശിച്ചു. ദി ഡെഡ് ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ ദി ഫ്യൂണറൽ പയർ. എന്ത് ചെയ്തു? ഈ ശവശരീരം എവിടെയിൽ വെച്ചു? ചിതയിൽ വെച്ചു. ഷീ സർക്കിൾസ് ദി പയർ 3 times ആൻഡ് സിറ്റ്സ് ഓൺ ഇറ്റ്, പ്ലേസിങ് ഹർ ഹസ്ബൻഡ്സ് ഹെഡ് ഓൺ ഹർ ലാഫ്. എന്നിട്ട് എന്ത് ചെയ്തു? 3 വട്ടം വലം വെച്ച് അവൾ ചിതയിൽ കയറിയിരുന്നു. എന്നിട്ട് ഭർത്താവിൻ്റെ ശിരസ് എവിടെ വെച്ചു? മടിയിൽ വെച്ചു. ഷീ ഈസ് ഗോയിങ് ടു അക്കമ്പനി ഹർ ഹസ്ബൻഡ് ടു ദി അതർ വേൾഡ്. ദാറ്റ് വാസ് ദി ബിലീഫ്. ഭർത്താവിനോടൊപ്പം അവൾ താമസിക്കാൻ പോവുകയാണ്, വേറൊരു ലോകത്തിലേക്ക് താമസിക്കാൻ പോവുകയാണ്. അതാണ് വിശ്വാസം. ഫയർവുഡ് ഈസ് പ്ലേസ്ഡ് അറൗണ്ട് ഹർ. ഉണങ്ങിയ വിറകുകൊള്ളികളും അതുപോലെ ഗീ, ഓയിൽ ആൻഡ് പെർഫ്യൂംസ് ആർ ഷോവേഡ് ഓവർ ഹർ ആൻഡ് പയർ ഈസ് ലിറ്റ്. ഉണങ്ങിയ വിറകുകൊള്ളികളും നെയ്യും എണ്ണയും എല്ലാം അവൾക്ക് ചുറ്റും കുമിഞ്ഞു. സുഗന്ധദ്രവ്യങ്ങൾ എന്ത് ചെയ്തു? അവളുടെ മേൽ ഒഴിച്ചു. ചിതയ്ക്ക് എന്നിട്ട് എന്ത് ചെയ്തു? തീ കൊളുത്തി. ഷീ വാസ് നോട്ട് മോർ ദാൻ 10 years old ആൻഡ് ഹാഡ് നോട്ട് ഈവൻ ലിവ്ഡ് വിത്ത് ഹർ ഹസ്ബൻഡ്. ഒരു കാര്യം മനസ്സിലാക്കുക, എന്താണ്? ആ ഭാര്യ എന്ന് പറയുന്ന കുട്ടിക്ക് എത്ര വയസ്സാണ്? ഷീ വാസ് നോട്ട് മോർ ദാൻ 10 years old. 10 വയസ്സിലധികം പ്രായമില്ലാത്ത അവൾ എന്തു ചെയ്തിട്ടില്ല? ഷീ ഹാഡ് നോട്ട് ഈവൻ ലിവ്ഡ് വിത്ത് ഹർ ഹസ്ബൻഡ്. ഭർത്താവിനോടൊപ്പം താമസിച്ചിട്ടില്ല. സ്റ്റിൽ ഷീ ആസ് എ വൈഫ് വാസ് ബേൺ എലൈവ് ഇൻ ദി പയർ. എന്നിട്ടും ഭാര്യ എന്ന നിലയിൽ അവൾ എന്ത് ചെയ്തു? ആ ഭർത്താവിൻ്റെയോടൊപ്പം ആ ചിതയിൽ എരിഞ്ഞ് അമർന്നു. എല്ലാവരും ഇത് മനസ്സിലാക്കിയല്ലോ. ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ സതി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു എവൽ പ്രാക്ടീസാണ് ഈ സതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നിരുന്ന ഒരു എവൽ പ്രാക്ടീസ്, ദുരാചാരം ആണ് സതി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്.
സെവറൽ സച്ച് സോഷ്യൽ എവിൾസ് ആൻഡ് പ്രാക്ടീസസ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. ഇതേപോലെ ഇത്തരത്തിലുള്ള നിരവധി എവിൾ പ്രാക്ടീസസ് ഇന്ത്യയിൽ നിലനിന്നിരുന്നു. ക്യാൻ യു നെയിം സം ഓഫ് ദം? നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമോ? ഇവിടെ തന്നിട്ടുണ്ട്, നോക്കി ഏതൊക്കെയാണ്? ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, ഹ്യൂമൻ സാക്രിഫൈസ്, ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, സ്ലാവറി. എന്താണ് ചൈൽഡ് മാരേജ്? ശൈശവ വിവാഹം. പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്, വിധവാ വിവാഹ നിഷേധം. അതായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ആ ഭാര്യ രണ്ടാമത് വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. അതായത് പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ്. ഹ്യൂമൻ സാക്രിഫൈസ്, നരബലി. എന്ത് ചെയ്തു? ആൾക്കാരെ എന്ത് ചെയ്യുന്നു? ബലിയായിട്ട് അർപ്പിക്കുന്നതാണ് ഹ്യൂമൻ സാക്രിഫൈസ്. ഫീമെയിൽ ഇൻഫൻറ്റിസൈഡ്, പെൺ ശിശുഹത്യ. ജനിക്കുന്ന കുട്ടി പെണ്ണാണെങ്കിൽ അതിനെ എന്ത് ചെയ്യുന്നു? കൊന്നുകളയുന്നു. സ്ലാവറി, അടിമത്തം. ഇതൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന എബിൾ പ്രാക്ടീസ്, ഈ സതി കൂടാതെ. സെവറൽ റീഫോം മൂവ്മെൻറ്റ്സ് കെയിം അപ്പ് ഇൻ ദി 19th century ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദീസ് എബിൾ പ്രാക്ടീസസ്. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ, ഇത്തരം എബിൾ പ്രാക്ടീസസിനെതിരെ 19th century 19ാം നൂറ്റാണ്ടോടെ അനേകം റീഫോം മൂവ്മെൻറ്റ്സ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നു. സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്കിങ് ലെഡ് ടു ദീസ് റീഫോം മൂവ്മെൻറ്റ്സ്. അന്നേരം ഈ റാഷണൽ തിങ്കിങ്, യുക്തിചിന്തയും അതേപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉളവാക്കിയ സാമൂഹ്യ ബോധം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടാക്കിയ സാമൂഹ്യ ബോധവും റാഷണൽ തിങ്കിങ്, യുക്തിചിന്തയും ആണ് ഇതിന് പ്രേരകം ആയത്. ദി പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദി എബിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ഫ്രീഡം ഓഫ് വുമൺ, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ വെർ ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഈ പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനം. ഫ്രീഡം ഓഫ് വുമൺ, സ്ത്രീ സ്വാതന്ത്ര്യം. കസ്റ്റംസ് ആൻഡ് എബിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷ്യൻസ്, അനാചാരങ്ങളോടും അന്ധവിശ്വാസങ്ങളോടുമുള്ള എതിർപ്പ് എന്നിവയെല്ലാം അതേപോലെ സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെൻസ് ഓഫ് പ്രൈഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചുള്ള ഒരു അഭിമാന ബോധം എന്നിവ ഇതിൻ്റെ പൊതു സ്വഭാവമായിരുന്നു. ഈ പ്രൊട്ടസ്റ്റിൻ്റെ പൊതു സ്വഭാവമായിരുന്നു. എന്തൊക്കെയാണ് പ്രൊട്ടസ്റ്റിൻ്റെ ഫീച്ചേഴ്സ്? ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ്. ഈ മൂവ്മെൻറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദി പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് എബിൾ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ഫ്രീഡം ഓഫ് വുമൺ, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ വെർ ദി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ്സ്. Let us familiarize with the important reform movements and leaders who initiated them. സാമൂഹ്യ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രധാന വ്യക്തികളെയും അവർ തുടക്കം കുറിച്ച പ്രസ്ഥാനങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആരാണ്? രാജാറാം മോഹൻ റായ്. നമ്മളിത് കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ ആളാണ് രാജാറാം മോഹൻ റായ്. Rajaram Mohan Roy, who gained the Western education, strongly condemned the able practices like sati and child marriage that prevailed in India. അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ രാജാറാം മോഹൻ റായ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന പല എബിൾ പ്രാക്ടീസസിനെയും എന്ത് ചെയ്തു? ശക്തമായി എതിർത്തു. ഇതിനെയൊക്കെയാണ് സതി, ചൈൽഡ് മാരേജ് എന്നീ അനാചാരങ്ങൾക്കെതിരെ എന്ത് ചെയ്തു? ഈ രാജാറാം മോഹൻ റായ് ശബ്ദമുയർത്തി. മനസ്സിലായോ? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ രാജാറാം മോഹൻ റായ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന എബിൾ പ്രാക്ടീസസിനെതിരെ, ഏതൊക്കെയാണ്? സതി, ചൈൽഡ് മാരേജ് തുടങ്ങിയ എബിൾ പ്രാക്ടീസസിനെതിരെ ശബ്ദമുയർത്തി. ഹിസ് ക്യാമ്പയിൻ എഗെയിൻസ്റ്റ് സതി പെർsuaded ലോർഡ് വില്യം ബെൻഡിക്, ദി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതി. ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിരോധിച്ചത്. സതി നിരോധിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക് ആണ് സതി നിരോധിച്ചത്. അത് പരീക്ഷയ്ക്ക് ചോദിക്കും.
He founded Brahma Samaj to propagate his ideology and gave the message that the ideals of all religions are basically the same. തൻ്റെ ആശയങ്ങൾ ഇതിന് പ്രധാന കാരണം, ഈ സതി നിർത്തലാക്കുന്നതിനുള്ള പ്രധാന കാരണം രാജാറാം മോഹൻ റായിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. അതിനു വേണ്ടിയിട്ട് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ബ്രഹ്മസമാജ്. എന്താണ്? ഹി ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് ദി മെസ്സേജസ് ദാറ്റ് ദി ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദി സെയിം. ഈ ബ്രഹ്മസമാജ് എന്താണ് പറയുന്നത്? അടിസ്ഥാനപരമായിട്ട് എല്ലാ മതങ്ങളും ഒന്നാണെന്നുള്ള ഒരു പൊതു സന്ദേശമാണ് ഈ ബ്രഹ്മസമാജത്തിലൂടെ രാജാറാം മോഹൻ റായ് തന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ബ്രഹ്മസമാജത്തിലൂടെ പറയുന്നത് എന്താണ്? ഹി ഗേവ് ദി മെസ്സേജ് ദാറ്റ് ദി ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി സെയിം. എല്ലാ മതങ്ങളും ബേസിക്കലി ഒന്നാണെന്ന ആശയമാണ് ഈ ബ്രഹ്മസമാജത്തിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് കാസ്റ്റ് സിസ്റ്റം ടു ബി ദി മേജർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ജാതി സമ്പ്രദായമാണ്, കാസ്റ്റ് സിസ്റ്റം, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടമെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് കാസ്റ്റ് സിസ്റ്റം ടു ബി ദി മേജർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി. ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് സിസ്റ്റമാണെന്ന് രാജാറാം മോഹൻ റായ് എന്ത് ചെയ്തു? വിശ്വസിച്ചു. ഹീ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് രാജാറാം മോഹൻ റായിയെ വിശേഷിപ്പിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു ഫാദർ ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? പെട്രാർക്കെന്ന് നമ്മൾ പഠിച്ചു. ഇത് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ആണ് പറയുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? രാജാറാം മോഹൻ റായ്. മനസ്സിലായല്ലോ? അപ്പം എന്തൊക്കെയാണ് രാജാറാം മോഹൻ റായിയെക്കുറിച്ച് മനസ്സിലാക്കിയത്? അദ്ദേഹം സതി, ചൈൽഡ് മാരേജ് തുടങ്ങിയ എബിൾ പ്രാക്ടീസസിനെതിരെ ശബ്ദമുയർത്തി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ലോർഡ് വില്യം ബെൻറ്റിക് എന്ത് ചെയ്തു? സതി അബോളിഷ് ചെയ്തു. അത് നിർത്തലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജ്. അതിലൂടെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? മെസ്സേജ് കൊടുത്തത് ദി ഐഡിയൽസ് ഓഫ് ഓൾ റിലിജിയൻസ് ആർ ബേസിക്കലി ദി സെയിം. എന്നിട്ട് എന്താണ്? ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നാണ് ഈ രാജാറാം മോഹൻ റായിയെ അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് ഓരോന്നും ആ സംഘടനയും അദ്ദേഹത്തിൻ്റെ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മനസ്സിലാക്കി വെക്കുക. അടുത്ത ആളാണെങ്കിൽ സ്വാമി ദയാനന്ദ സരസ്വതി. രണ്ടാമത്തെ ആളാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദി ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് who attacked caste system and condemned idol worship. To disseminate his ideology, he founded Arya Samaj. He gave the call, "Go back to Vedas." Swami Vivekananda Saraswati was the leader of Indian Renaissance who attacked caste system and condemned the idol worship. ഇതാണ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയും ഐഡോൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹാരാധനയും എതിർത്ത ഒരു ഇന്ത്യൻ റിനൈസൻസ് നവോത്ഥാന നായകനാണ് ആര്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദി ലീഡർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് ഹു അറ്റാക്ക്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടംഡ് ഐഡോൾ വർഷിപ്പ്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. അതിനുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് എന്താണ്? ആര്യ സമാജ്. അദ്ദേഹത്തിൻ്റെ സംഘടനയാണ് ആര്യ സമാജ്. എന്താണ്? ഹി ഗേവ് ദി കോൾ, ഗോ ബാക്ക് ടു വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. അന്നേരം രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ബ്രഹ്മസമാജ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജ്. മനസ്സിലായോ? ഈ എന്താണ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഐഡോൾ വർഷിപ്പ് ഇതിനെതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഗോ ബാക്ക് ടു വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തതാണെങ്കിൽ ആരാണ്? ജ്യോതിറാവ് ഫുലെ. മൂന്നാമത്തെ ആളാണ് ജ്യോതിറാവ് ഫുലെ.
ജ്യോതിറാവ് ഫുലെ കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? ജ്യോതിറാവ് ഫുലെ വിഡോ റീമാരേജ്, വിധവകളുടെ വിവാഹത്തെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു. പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്. അതേപോലെ കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. അതേപോലെ പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്, വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. He argued that free and compulsory education should be provided to children up to 12 years and gave primary concern to the education of the weaker section and women. അദ്ദേഹം എന്ത് ചെയ്തു? 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്തു? പ്രാമുഖ്യം നൽകി. ഇതാണ് 12 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും കമ്പൽസറി എഡ്യൂക്കേഷൻ, നിർബന്ധിതമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. അതേപോലെ വീക്കർ സെക്ഷൻ ആൻഡ് വുമൺ, അതായത് വീക്കർ സെക്ഷനിലുള്ളവരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് അദ്ദേഹം പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ജ്യോതിറാവ് ഫുലെ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സത്യശോധക് സമാജ്. ഇതാണ് ജ്യോതിറാവ് ഫുലെ സ്ഥാപിച്ച സംഘടനയുടെ പേരെന്താണ്? സത്യശോധക് സമാജ്. അടുത്ത 4-ാമത്തേതാണ് പണ്ഡിത രമാഫായി. പണ്ഡിത രമാഫായി ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, ആൻ ഓർഗനൈസേഷൻ ഫോർ ദി അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ. ഷി ഫോട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ ആൻഡ് വർക്ക്ഡ് ടയർലെസ്ലി ഫോർ വുമൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ദി എംപവർമെൻറ്റ് ഓഫ് വിഡോസ്. പണ്ഡിത രമാഫായി ഫൗണ്ടഡ് ആര്യ മഹിളാ സഭ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പണ്ഡിത രമാഫായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സഭ. ഷീ ഫോട്ട് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വുമൺ ആൻഡ് വർക്ക്ഡ് ടയർലെസ്ലി ഫോർ വുമൺസ് എഡ്യൂക്കേഷൻ ആൻഡ് ദി എംപവർമെൻറ്റ് ഓഫ് വിഡോസ്. അതേപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ എന്ത് ചെയ്തു? അവർ പോരാടി. അതേപോലെ വിധവകളുടെ ഉന്നമനത്തിനും അതേപോലെ വുമൺസ് എഡ്യൂക്കേഷൻ, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി എന്ത് ചെയ്തു? അവർ പ്രവർത്തിച്ചു. ഓരോന്നും ഓർത്തിരിക്കുക. പണ്ഡിത രമാഫായി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ആര്യ മഹിളാ സഭ. അടുത്തതാരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ലെഡ് ദി മൂവ്മെൻറ്റ് ഫോർ ദി സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ എന്ത് ചെയ്തു? He established Mohammedan Anglo-Oriental College at Aligarh that later became the famous Aligarh Muslim University. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. ഇത് പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറി. മനസ്സിലായോ? മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്, മോഡേൺ എഡ്യൂക്കേഷന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത്. One of his remarks on the Hindu-Muslim unity is given below. Both Hindus and Muslims breathe the air of India, drink the water of Ganga and Yamuna. We both feed upon the products of the Indian soil. We are together in life and death. എന്താണ് ഈ ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. എന്താണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിം ബ്രീത്ത് ദി എയർ ഓഫ് ഇന്ത്യ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഡ്രിങ്ക് ദി വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന, ഗംഗയുടെയും യമുനയുടെയും വെള്ളം കുടിച്ചും ജീവിക്കുന്നു. വി ബോത്ത് ഫീഡ് അപ്പോൺ ദി പ്രോഡക്ട്സ് ഓഫ് ദി ഇന്ത്യൻ സോയിൽ. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. വി ആർ ടുഗദർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത്. ജീവിതത്തിലും മരണത്തിലും എന്താണ്? നാം ഒന്നിച്ചാണ് എന്ന് സർ സയ്യിദ് അഹമ്മദ് ഖാൻ പ്രഖ്യാപിച്ചു. അടുത്തതാരാണ്? സ്വാമി വിവേകാനന്ദൻ. അടുത്തത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദ ഫോട്ട് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എഡ്യൂക്കേഷൻ എമംഗ് വുമൺ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു പരിഷ്കർത്താവായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ. He gave emphasis to the universal brotherhood and remarked, "For our own motherland, a junction of the two great systems, Hinduism and Islam, is the only hope."
എന്ത് ചെയ്തു? വിശ്വ സഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും അതുപോലെ ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഹി വാസ് ദി ഡിസിപ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ. ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവിൻ്റെ പേരെന്താണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ഹി ഫൗണ്ടഡ് ദി രാമകൃഷ്ണ മിഷൻ ടു പ്രൊപ്പഗേറ്റ് ദി ടീച്ചിങ്സ് ഓഫ് ഹിസ് മാസ്റ്റർ. ഗുരുവിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ മാസ്റ്ററായ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ എന്ത് ചെയ്തു? പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. എന്താണ് രാമകൃഷ്ണ മിഷൻ? ദി മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൾ ഓവർ ഇന്ത്യ. എന്ത് ചെയ്തു? ഇന്ത്യയുടെ ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ധാരാളം എന്ത് ചെയ്തു? വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഹി പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവേക്കനിങ് ദി നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് അമംഗ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരിൽ എന്താണ്? ദേശീയ ബോധവും അതേപോലെ ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ വളരെയധികം പങ്കുവഹിച്ചു. അന്നേരം മനസ്സിലായല്ലോ, ഓരോ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ എന്താണ് ഓർഗനൈസേഷനും മേജർ ആക്ടിവിറ്റീസും എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ.